മുകുന്ദൻ്റെ ഡൽഹി 1981 എന്ന കഥ വായിക്കുന്നത് SR ഹരിത, ഗസ്റ്റ് ലെക്ചറർ. ഡൽഹി 1981. രാജേന്ദർ പാണ്ഡെ ജനവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. നിരത്തിനപ്പുറം നിരനിരയായുള്ള കടകളാണ്. കടകളുടെ പിറകിൽ ഒരു വലിയ മൈതാനം കാണാം. നിരത്തിൽ നിന്ന് നോക്കിയാൽ ആ മൈതാനം കാണുകയില്ല. അയാളുടെ മുറി 2ാം നിലയിൽ റോഡിന് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ജനലിനരികിൽ ചെന്ന് നിന്നാൽ താഴെ തെരുവും നിരയായുള്ള പീടികകളും അപ്പുറത്തെ മൈതാനവുമെല്ലാം അയാൾക്ക് വ്യക്തമായി കാണാം. മൈതാനത്തിന് നടുവിലൂടെ ഒരു ഒറ്റയടിപ്പാത കടന്നു പോകുന്നു. അതിലെ പോയാൽ ചിരാഗ് ഡൽഹിയിലേക്കുള്ള പ്രധാന നിരത്തിൽ എളുപ്പം ചെന്നെത്താം. മൈതാനം സദാ വിജനമായിരിക്കും. വല്ലപ്പോഴും മാത്രം ഒറ്റയടിപ്പാതയിലൂടെ വല്ലവരും വരികയോ പോവുകയോ ചെയ്തെന്ന് വരും. പകൽ സമയങ്ങളിൽ അവിടെ പന്നികൾ മേഞ്ഞു നടക്കുന്നുണ്ടാവും. പടിഞ്ഞാറ് വശത്ത് ഒരു ഇടിഞ്ഞു തകർന്ന ശവകുടീരം കാണാം. മുഗളരുടെ കാലത്തുള്ളതാണ്. അതിൽ നിറയെ പ്രാവുകളാണ്. എല്ലായ്പ്പോഴും പ്രാവുകളുടെ കുറുകുറുക്കലും ചിറകടിയൊച്ചയും കേൾക്കാം. പാണ്ഡെ ജനലഴികളിൽ പിടിച്ചുകൊണ്ട് വെറുതെ വെളിയിൽ നോക്കി നിന്നു. അയാളുടെ കൂടെ അതേ മുറിയിൽ താമസിക്കുന്ന കിഷോർ ലാൽ റേഡിയോ തുറന്ന് പാട്ട് കേട്ടിരിക്കുകയാണ്. സിനിമാ പാട്ടുകളിൽ താല്പര്യമില്ലാത്ത പാണ്ഡെ ബോറടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ജനലിങ്കൽ തന്നെ നിന്നു. താഴെ നിരത്തിലൂടെ രഘുവീറും നാനക്ചന്ദും നടന്നു വരുന്നത് അയാൾ കണ്ടു. അവർ സ്ഥലത്തെ പ്രധാന തെമ്മാടികളാണ്. 2 പേരും ചെറുപ്പക്കാരാണ്. IP കോളേജിലെ വിദ്യാർത്ഥിനികളെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഉപദ്രവിച്ചതിന് രഘുവീർ 2 ദിവസം ലോക്കപ്പിൽ കിടക്കുകയുണ്ടായി. നാനക്ചന്ദ് 5 തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. അവസാനത്തെ ജയിൽ ശിക്ഷ ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് ആഭരണം പിടിച്ചു പറിച്ചതിനായിരുന്നു. രഘുവീറും നാനക്ചന്ദും അമീർ സിംഗിൻ്റെ ഡ്രൈ ക്ലീൻ കടയുടെ പുറകിലൂടെ മൈതാനത്തേക്ക് ഇറങ്ങി പോകുന്നത് പാണ്ഡെ കണ്ടു. അവർ പുകവലിച്ചുകൊണ്ട് ഒരു വെട്ടുകല്ലിന്മേലിരുന്നു. അകലെ മൈതാനത്തിൻ്റെ മറുവശത്ത് ഒരു മഞ്ഞ നിഴൽ തെളിഞ്ഞു വരുന്നത് പാണ്ഡെ ശ്രദ്ധിച്ചു. കൂടെ ഒരു നീണ്ട നിഴലും. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മഞ്ഞ സാരി ഉടുത്ത ഒരു സ്ത്രീയും പുരുഷനുമാണെന്ന് അയാൾക്ക് മനസ്സിലായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കുഞ്ഞുകൂടിയുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. വെട്ടുകല്ലിലിരിക്കുന്ന രഘുവീർ മുഖം തിരിച്ച് സ്ത്രീയെയും പുരുഷനെയും നോക്കി. എന്നിട്ട് അയാൾ നാനക്ചന്ദിനോട് എന്തോ പറഞ്ഞു. അയാളും മുഖം തിരിച്ച സ്ത്രീയെയും പുരുഷനെയും നോക്കി. അവർ വീണ്ടും തമ്മിൽ എന്തോ പറഞ്ഞു. അതിനുശേഷം അവർ എഴുന്നേറ്റ് മൈതാനിയിലൂടെ നടക്കാൻ തുടങ്ങി. അബ്ബേ കിഷോർ, തമാശ കാണണമെങ്കിൽ വാ. രാജേന്ദർ പാണ്ഡെ കിഷോർ ലാലിനെ ജനലിൻ്റെ അരികിലേക്ക് വിളിച്ചു. കിഷോർ ലാൽ ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. റേഡിയോയിൽ അമിതാഭ് ബച്ചൻ പാടി ലാവരിസിലെ പാട്ടാണ് വരുന്നത്. പരസ്പരം തോളിൽ കൈയിട്ട് അലസമായി ഒരു സിഗരറ്റ് തന്നെ മാറി മാറി വലിച്ചുകൊണ്ട് നാനക്ചന്ദും രഘുവീറും മൈതാനത്തിൻ്റെ നടുവിലൂടെ നടക്കുകയാണ്. ഇപ്പോൾ മഞ്ഞ നിഴൽ കുറെ കൂടി തെളിഞ്ഞു കാണാം. ആ സ്ത്രീയും പുരുഷനും മൈതാനിയുടെ ഏകദേശം നടുവിലെത്തിയിരിക്കുന്നു. ജനലിനരികിൽ നിൽക്കുന്ന പാണ്ഡേക്ക് അവളുടെ മുഖം വ്യക്തമായി കാണുവാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൾ സുന്ദരിയാണെന്ന് അയാൾ ഊഹിച്ചു. അവളുടെ കൂടെ നടന്നു വരുന്ന ചെറുപ്പക്കാരൻ നീണ്ടു മെലിഞ്ഞിട്ടാണ്. അവർ ഭാര്യയും ഭർത്താവും കുഞ്ഞും അടങ്ങുന്ന ഒരു സംതൃപ്ത കുടുംബമാണ്. വെയിലിൻ്റെ ശക്തി കാരണമായിരിക്കാം ചെറുപ്പക്കാരി സാരിയുടെ തുമ്പുകൊണ്ട് തല മൂടി. അവരിപ്പോൾ മൈതാനത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞിരിക്കുന്നു. നാനക്ചന്ദിൻ്റെയും രഘുവീറിൻ്റെയും നടത്തം സാവധാനത്തിലായി. മൈതാനിയിൽ എവിടെയും കണ്ണെത്താവുന്നിടത്തോളം ആരെയും കണ്ടില്ല. തകർന്ന ശവകുടീരത്തിലെ പ്രാവുകൾ പോലും നിശബ്ദരാണ്. അബ്ബേ കിഷോർ, നിന്റെ റേഡിയോ ബന്ദ് കരോ, എഴുന്നേറ്റ് വാ യാർ. പാണ്ഡെ ഒരിക്കൽ കൂടി കിഷോർ ലാലിനെ ജനലിൻ്റെ അരികിലേക്ക് വിളിച്ചു. നാനക്ചന്ദും രഘുവീറും ആ ചെറു കുടുംബത്തിൻ്റെ അരികിലെത്തി. അരേ ജൽദി എഴുന്നേറ്റ് വാ യാർ. നാനക്ചന്ദും രഘുവീറും വഴിമുടക്കി നിന്നു. നാനക്ചന്ദ് 2 കൈകളും ഊരയിൽ വെച്ച് വായിലെ സിഗരറ്റ് എടുക്കാതെ തന്നെ ചെറുപ്പക്കാരിയെ നോക്കി ഒന്ന് ചിരിച്ചു. ചെറുപ്പക്കാരൻ്റെ മുഖം ചുമന്നു. മാറി നിൽക്കും തെമ്മാടികളെ, അയാൾ പറഞ്ഞു. റാസ്കൽസ്. നാനക്ചന്ദും രഘുവീറും അത് കേട്ടതായി ഭാവിച്ചില്ല. ചെറുപ്പക്കാരി മഞ്ഞ സാരി തലയിലൂടെ വലിച്ചിട്ട് ചൂളി നിന്നു. അവളുടെ 2 കവിളുകളും ചുവന്നു തുടുത്തു. അരേ യാർ, നാനക്ചന്ദും രഘുവീറും എന്തിനാ ഭാവം? കിഷോർ ലാൽ പാണ്ഡെയോട് ചോദിച്ചു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഒരു സിഗരറ്റ് താ യാർ.
കിഷോർ ലാൽ ഒരു റെഡ് ആൻഡ് വൈറ്റിൻ്റെ പാക്കറ്റ് കീശയിൽ നിന്നെടുത്ത് പാണ്ഡെയുടെ നേരെ നീട്ടി. അവർ രണ്ടുപേരും ഒരു സിഗരറ്റ് കത്തിച്ച് വർദ്ധിച്ച രസത്തോടെ മൈതാനത്തിൽ നോക്കി നിന്നു. അവിടെ വെയിൽ തിളയ്ക്കുകയാണ്. അവർ മാറ്റിനിക്ക് പോവുകയായിരിക്കണം യാർ, പാണ്ഡെ അഭിപ്രായപ്പെട്ടു. അല്ലാതെ ഈ നേരത്ത് ഈ വെയിലിൽ അവർ മറ്റെവിടെ പോകുവാൻ? ഹായ് മഞ്ഞക്കിളി, നിന്റെ മുഖമൊന്ന് കണ്ടോട്ടെ. നാനക് ചന്ദ് ചെറുപ്പക്കാരിയുടെ മുഖത്ത് നിന്ന് സാരി പിടിച്ചു നീക്കി. മാംസളമായ കവിളുകളും വിടർന്ന കണ്ണുകളുമുള്ള അതീവ സുന്ദരമായൊരു മുഖം. തലമുടിയുടെ മധ്യരേഖയിൽ കുങ്കുമം വിതറിയിരിക്കുന്നു. നെറ്റിയിൽ പൊട്ടും. നാനക് ചന്ദ് കയ്യിൽ കുഞ്ഞുമായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ നേരെ തിരിഞ്ഞ് അയാളോടായി പറഞ്ഞു, അരേ ബ്രദർ, നീ വലിയ ഭാഗ്യവാൻ തന്നെ. ഹേമമാലിനിയെ പോലെയുള്ള ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയല്ലോ. ചെറുപ്പക്കാരൻ്റെ ക്ഷമ നശിച്ചു. അയാൾ ഉള്ളാലെ ജ്വലിച്ചു. കയ്യിലൊരു കുഞ്ഞുണ്ട്, കൂടെ ഭാര്യയുണ്ട്. അല്ലെങ്കിൽ അയാൾ കോപം ഉള്ളിലൊതുക്കി മയത്തിൽ പറഞ്ഞു, ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത്തരം ഇൻഡീസൻ്റായ പെരുമാറ്റം നല്ലതല്ല. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരല്ലേ. പ്ലീസ്, ഞങ്ങൾ പോകട്ടെ. അയാൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഭാര്യയുടെ കൈ പിടിച്ച് അവരെ മറികടന്നു പോകുവാൻ ശ്രമിച്ചു. അങ്ങനെ പോകാൻ വരട്ടെ. രഘുവീർ ചെറുപ്പക്കാരൻ്റെ ചുമലിൽ കൈവച്ചു. ഞങ്ങളുടെ അനുവാദം കൂടാതെ താൻ ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല, ഓക്കേ? ചെറുപ്പക്കാരൻ ഉടനെ കൈവീശി രഘുവീറിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് കൊടുത്തു. അയാളുടെ കയ്യിൽ കിടന്ന് കുഞ്ഞ് ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. സാലെ കുത്തേ, നീ അത്രയ്ക്കായോ? നാനക് ചന്ദ് പാൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കത്തി വലിച്ചു പുറത്തെടുത്തു. ചെറുപ്പക്കാരിയുടെ ചങ്ക് ഒരു പ്രാവിൻ്റെ ചങ്ക് പോലെ മിടിച്ചു. വഴക്കിനൊന്നും പോകരുതേ എന്ന് അവൾ കണ്ണുകളാൽ ഭർത്താവിനോട് യാചിച്ചു. ആ ചെറുപ്പക്കാരൻ കുഞ്ഞിനെ ഭാര്യയുടെ കൈകളിൽ ഏൽപ്പിച്ച് എന്തിനും തയ്യാറായി നിന്നു. സാലെ കുത്തേ. രഘുവീർ അടികൊണ്ട കവിൾ തടവിക്കൊണ്ട് അയാളുടെ നേരെ തിരിഞ്ഞ് ഷർട്ടിൽ കയറി പിടിച്ചു. കരയുന്ന കുഞ്ഞിനെ കയ്യിലേന്തി ചെറുപ്പക്കാരി നിസ്സഹായയായി നാലുപാടും നോക്കി. ഭയത്താൽ അവൾ അടിമുടി വിറയാർന്നു. വൺ മോർ സിഗരറ്റ് യാർ. പാണ്ഡെ മൈതാനത്ത് നിന്ന് കണ്ണെടുക്കാതെ കിഷോറിൻ്റെ നേരെ കൈനീട്ടി. അയാൾ ഒരു സിഗരറ്റ് കൂടി കത്തിച്ച് പുകവിട്ടു. അതിനിടയിൽ അയാൾ പറഞ്ഞു, യാർ, വെരി ഇൻട്രസ്റ്റിംഗ്. ചെറുപ്പക്കാരനും നാനക് ചന്ദും പിടിയും വലിയുമായി നിൽക്കവേ രഘുവീർ അല്പം അകലെ നടന്നു ചെന്ന് ഒരു വലിയ കരിങ്കല്ലെടുത്ത് തിരികെ വന്നു. ആ കല്ല് ചെറുപ്പക്കാരൻ്റെ തലയ്ക്കു മുകളിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നു. അതുകൂടി കണ്ടപ്പോൾ മഞ്ഞക്കിളി ആകെ തളർന്നു. മൈതാനത്തിൻ്റെ മറ്റേ അറ്റത്ത് ഒരു വെളുത്ത നിഴൽ പ്രത്യക്ഷമായി. ദുർമേധസ് നിറഞ്ഞ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരു മാന്യൻ. അയാളുടെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് കാണാം. അയാൾ മൈതാനത്തിൻ്റെ നടുവിൽ നോക്കിയൊന്ന് സംശയിച്ചു നിന്നു. അതിനുശേഷം ബ്രീഫ് കേസ് തൂക്കി പിടിച്ചുകൊണ്ട് നടത്തം തുടർന്നു. അതാരടാ സുബ്ബർ? പാണ്ഡെ പറഞ്ഞു. ആ നവാഗതനൊരു രസംകൊല്ലി തന്നെ. അയാളെല്ലാം തകരാറിലാക്കുമെന്ന് പാണ്ഡേക്ക് തോന്നി. ചെറുപ്പക്കാരനും നാനക് ചന്ദും പരസ്പരം തർക്കിക്കുകയും ഇടയ്ക്കിടെ ഉന്തുകയും തള്ളുകയും ചെയ്യുന്നു. രഘുവീറിൻ്റെ കയ്യിൽ ഇപ്പോഴും ആ കരിങ്കല്ല് കാണാം. ഇടയ്ക്കിടെ അയാൾ അത് ചെറുപ്പക്കാരൻ്റെ തലയ്ക്കു മുകളിൽ ഉയർത്തും. അപ്പോഴൊക്കെ ചെറുപ്പക്കാരിയുടെ ജീവൻ പോകും. മൈതാനിയിലൂടെ നടന്നു വരുന്ന മാന്യനെ കണ്ടപ്പോൾ അവൾക്ക് ശ്വാസം നേരെ വീണു. ഒന്ന് ഓടി വരണേ, ഇവരിപ്പോൾ എൻ്റെ മോൻ്റെ അച്ഛനെ കൊല്ലും, അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ മാന്യൻ്റെ കാലുകൾക്ക് വേഗതയേറി. അയാൾ തൻ്റെ ഭാരിച്ച ശരീരം കുലുക്കിക്കൊണ്ട് ധൃതിയിൽ ചെറുപ്പക്കാരിയുടെ നേരെ നടന്നു. അയാൾ ഏകദേശം ഒരു 100 വാര അടുത്തെത്തിയപ്പോൾ രഘുവീർ അയാളുടെ നേരെ തിരിഞ്ഞു. ബദ്മാഷ്, ദഫാ ഹോ ജാവോ ഇവിടുന്ന്. രഘുവീർ തൻ്റെ കൈകളിലെ കരിങ്കല്ല് അയാളുടെ നേരെ ഊങ്ങി. മാന്യൻ്റെ കാലുകൾ പൊടുന്നനെ ചലിക്കാതെയായി. നാനക് ചന്ദിൻ്റെ കയ്യിലെ നീണ്ട വായ്ത്തലയോടുകൂടിയ കത്തിയും അയാളുടെ കണ്ണിൽ പെട്ടിരുന്നു. ബാഗു, ഓട്. ഒന്ന് സംശയിച്ച ശേഷം ചെറുപ്പക്കാരിയുടെ വിലാപം ചെവിക്കൊള്ളാതെ മാന്യൻ തിരിഞ്ഞു നടന്നു. ഓട്. മാന്യൻ തൻ്റെ ഭാരിച്ച ശരീരം കുലുക്കിക്കൊണ്ട് കയ്യിൽ ബ്രീഫ് കേസുമായി ഓടി. സബാഷ്. ജനലരികിൽ നിൽക്കുന്ന പാണ്ഡെയും കിഷോറും തലയറഞ്ഞു ചിരിച്ചു. ആ നിമിഷം രഘുവീർ കരിങ്കല്ലുയർത്തി ചെറുപ്പക്കാരൻ്റെ മൂർധാവിൽ ഇടിച്ചു. അയാൾ നിന്ന കാലിലൊന്നാടി. നാനക് ചന്ദ് കാലുയർത്തി അയാളുടെ നാഭിയിൽ ഒരു ചവിട്ടും കൊടുത്തു. അതോടെ അയാൾ ഒരു വില്ലുപോലെ മുന്നോട്ട് വളഞ്ഞ് മറിഞ്ഞു വീണു. ഈ നാനക് ചന്ദിനെയും രഘുവീറിനെയും സമ്മതിക്കണം. റിയലി ഗ്രേറ്റ്. ഓക്കെ യാർ, തൻ്റെ മുറിയൻ ഇംഗ്ലീഷിൽ കിഷോർ ലാലും പറഞ്ഞു.
പാണ്ഡെ പറഞ്ഞു, വെരി വെരി ഗ്രേറ്റ്, ഓക്കെ യാർ. അവരിരുവരുടെയും കണ്ണുകൾ മൈതാനിയുടെ നടുവിൽ. എഴുന്നേൽക്ക് സിസ്റ്റർ. ഭർത്താവിൻ്റെ അരികിലിരുന്ന് കരയുന്ന ചെറുപ്പക്കാരിയുടെ കയ്യിൽ നാനക് ചന്ദ് കടന്നു പിടിച്ചു. ഞങ്ങളുടെ കൂടെ വാ ആ കബറിൽ. അയാൾ ഇടിഞ്ഞു വീണ ശവകുടീരത്തിന് നേരെ വിരൽ ചൂണ്ടി. എന്നെ ഒന്നും ചെയ്യരുതേ. അവൾ നിറമിഴികളോടെ അവരുടെ നേരെ കൈകൂപ്പി. നാനക് ചന്ദ് അവളെ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് തള്ളി. നിലത്ത് കിടന്ന് ഉച്ചത്തിൽ കരഞ്ഞു കൈക്കുഞ്ഞ്. രഘുവീർ ഉടനെ കീശയിൽ നിന്നൊരു വലിയ തൂവാലയെടുത്ത് അതിൻ്റെ വായിൽ തിരികെ കയറ്റി. കുഞ്ഞിൻ്റെ കണ്ണുകൾ വെളിയിലേക്കു തള്ളി. അതിൻ്റെ നിലവിളി നിന്നു. അവൾ കുതറിമാറി മൈതാനിയിലൂടെ ഓടാൻ തുടങ്ങി. ബഹൻ ജോത്ത്, അബ്ബേ പിടിയവളെ. നാനക് ചന്ദ് കോപിച്ചു. രഘുവീർ പിറകെ ഓടിച്ചെന്ന് അവളെ കടന്നു പിടിച്ചു. ഇരുവരും കൂടി വീണ്ടും അവളെ കബറിന് നേരെ വലിച്ചിഴച്ച് കൊണ്ടുപോയി. ശവകുടീരത്തിൻ്റെ തകർന്നു വീണ മതിലുകൾക്ക് മുകളിൽ അസ്വസ്ഥരായി പ്രാവുകളത് നോക്കിയിരുന്നു. അരെ യാർ, അവർ അവളെ ബലാത്സംഗം ചെയ്യുവാൻ കൊണ്ടുപോവുകയാ, കിഷോർലാൽ പറഞ്ഞു. ഒരു ഈസ്റ്റ്മാൻ സിനിമാസ്കോപ്പ് ചിത്രം കാണുന്നത് പോലെ അവർ മൈതാനിയിൽ നോക്കി നിന്നു. രഘുവീറും നാനക് ചന്ദും കൂടി അവളെ പൊക്കിയെടുത്ത് ശവകുടീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. മഞ്ഞക്കിളിയുടെ വിയർപ്പിൽ കുതിർന്ന മഞ്ഞ ബ്ലൗസ് അവർ വലിച്ചു കീറി. അവർ അവളെ തകർന്ന കരിങ്കൽ ചുമരിനോട് ചേർത്തു നിർത്തി. അവൾക്കിപ്പോൾ ചെറുത്തു നിൽക്കുവാനുള്ള കരുത്തില്ല. അവളുടെ തല ഒരു വശത്തേക്കു ചെരിഞ്ഞു. ആരായിരിക്കും ആദ്യം? കിഷോർലാൽ ചോദിച്ചു. നാനക് ചന്ദ്, അല്ലാതെ ആര്? പാണ്ഡെ പറഞ്ഞു. രഘുവീർ അവളെ ചുമരിനോട് ചേർത്തു പിടിച്ചു നിർത്തി. നാനക് ചന്ദ് പാൻറ്റിൻ്റെ കുടുക്കുകൾ അഴിച്ചു. ആ നിമിഷം രാജീന്ദർ പാണ്ഡെയുടെ മുറി ഒരു വൻ നഗരമായി രൂപാന്തരപ്പെടുന്നു. അവിടെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു. രാജീന്ദർ പാണ്ഡെയും കിഷോർലാലും 55 ലക്ഷം വരുന്ന ഒരു വലിയ ജനതയായി മാറുന്നു. ഉയർന്ന പ്രസംഗവേദികളിൽ നിന്നുകൊണ്ട് ഹർഷാരവങ്ങൾക്കിടയിൽ ഖദറും ഗാന്ധിത്തൊപ്പിയും ധരിച്ച നേതാക്കൾ വാതോരാതെ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നു. സിഗരറ്റ് പുക കനത്തു നിൽക്കുന്ന കോഫി ഹൗസുകളിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന് തോളിൽ സഞ്ചി തൂക്കിയ താടിയും മുടിയും വളർത്തിയ ബുദ്ധിജീവികൾ തർക്കിക്കുന്നു. ആ നിമിഷം ഖബറിൻ്റെ ഇരുളിൽ നിന്ന് ഒരു കൊച്ചരിപ്രാവ് പറന്നു വന്ന് തൻ്റെ ഇളം കൊക്കുകൊണ്ട് നാനക് ചന്ദിൻ്റെ മൂർധാവിലൊന്ന് കുത്തുന്നു.